ഇതൊന്ന് സ്പ്രേ ചെയ്തോ അല്ലെങ്കിൽ ചുവട്ടിലൊഴിച്ചോ കൊടുത്താൽ മതി കേട്ടോ. ചെടികളൊക്കെ ഭ്രാന്ത് പിടിച്ചതുപോലെ പൂത്ത് ഉലയുന്നത് കാണാം. ഏത് ചെടിയാണെങ്കിലും പച്ചക്കറി ആണെങ്കിലും ഒക്കെ ഈ മാജിക് വെള്ളം മാത്രം മതി നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാനായിട്ട്. യൂബീസ് ക്രിയേറ്റീവ് ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാം പൂന്തോട്ടങ്ങൾ അല്ലെങ്കിൽ പച്ചക്കറി തോട്ടങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്, അതിൽ തൈകളൊക്കെ വാങ്ങി വെക്കാറുണ്ട്. പലപ്പോഴും ഇതിൽ പൂവുണ്ടാവാതെയും കായ ഉണ്ടാവാതെയൊക്കെ നമ്മൾ നിരാശപ്പെടാറുണ്ട്. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വളം വാങ്ങിച്ചിടാറുണ്ട്. പക്ഷേ ഇതൊന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ, അതായത് നമ്മൾ വെറുതെ കളയുന്ന ഈ തേങ്ങ എല്ലാ വീട്ടിലും ഉപയോഗിക്കാറുണ്ടല്ലോ, തേങ്ങ വെള്ളം, അതുപോലെ തന്നെ നമ്മുടെ കഞ്ഞിവെള്ളം, ഇതൊക്കെ ഉപയോഗിച്ച് നല്ല ജൈവവളം നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ആണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. നമുക്ക് അറിയാമല്ലോ, അപ്പം നമുക്ക് പച്ചക്കറികൾക്കും ചെടികൾക്കൊക്കെ ആണെങ്കിൽ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമാണ് NPK, പ്രൈമറി മൂലകങ്ങൾ. അത് കഴിഞ്ഞാൽ സെക്കൻഡറിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മഗ്നീഷ്യം. അപ്പോൾ ഈ മഗ്നീഷ്യം എന്ന് പറയുന്നത് ഈ തേങ്ങാവെള്ളത്തിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. പിന്നെ ഈ തേങ്ങാവെള്ളം നമ്മൾ എടുത്ത വഴിയിൽ ചെടിക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. കാരണം മഗ്നീഷ്യത്തിൻ്റെ അളവിൽ കൂടുതലുണ്ടാവും. അപ്പം നമ്മുടെ ചെടി ഡാമേജ് ആയി പോവും. അപ്പോൾ ഇത് പുളിപ്പിച്ച ശേഷം നല്ലതുപോലെ വെള്ളം ചേർത്ത് ഡയല്യൂട്ട് ചെയ്തിട്ട് വേണം ഒഴിക്കാനായിട്ട്. ഇതിപ്പോൾ ഒരാഴ്ച ഞാൻ വെച്ച് പുളിപ്പിച്ച തേങ്ങാവെള്ളമാണ്. ഒരു 8 തേങ്ങയുടെ വെള്ളം ഉണ്ട് കേട്ടോ ഇത്. അപ്പോൾ അതിൽ ഞാൻ ഒരു വലിയ ഗ്ലാസ്സിൽ എടുത്തിട്ടുണ്ട് നമ്മുടെ സ്പ്രേയറിലേക്ക്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 2 ഇരട്ടി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. 2 ഇരട്ടിയോ 3 ഇരട്ടിയോ ചേർത്താലും കുഴപ്പമില്ല. കാരണം ഇത് 4-5-6 ദിവസം പുളിച്ചതാണ്. നല്ലൊരു പുളിച്ച സ്മെല്ലുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒഴിച്ചിട്ട് നമ്മൾ ചെടികളിൽ സ്പ്രേ ചെയ്തും കൊടുക്കാം. അതുപോലെ നമുക്ക് ചുവട്ടിൽ ഒഴിച്ചും കൊടുക്കാം. അപ്പോൾ അതാ പറഞ്ഞത്, നമ്മൾ പുളിപ്പിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നൈട്രജൻ്റെ അളവും കൂടെ ഉണ്ടാവും. നൈട്രജനും കൂടെ കൂടുതലായിട്ടുണ്ട്. നൈട്രജൻ ചെടിക്ക് അത്യാവശ്യമാണല്ലോ. അതുകൊണ്ടാണ് പുളിപ്പിച്ചിട്ട് ഉപയോഗിക്കാൻ പറയുന്നത്. ചെടികൾ നന്നായിട്ട് പൂക്കാനും കായ്ക്കാനും ഒക്കെ ഇത്. അതുകൊണ്ട് എല്ലാ പ്ലാന്റിനും നമുക്ക് ഒഴിച്ചു അല്ലെങ്കിൽ സ്പ്രേ ചെയ്തൊക്കെ കൊടുക്കാൻ പറ്റും. പിന്നെ ഇത് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് സ്പ്രേ ചെയ്യുകയോ ചുവട്ടിലൊഴിക്കുകയോ ചെയ്യുന്നത് അതിരാവിലെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് 8 മണിക്ക് മുമ്പ് 7 മണിക്കൊക്കെ ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ വൈകുന്നേരം 5 മണിക്ക് ശേഷവും വേണം ഒഴിക്കാൻ. അല്ലാതെ സൂര്യപ്രകാശമുള്ള സമയത്ത് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കരുത്. അപ്പോൾ ഈ ചെടികളിലൊക്കെ ഞാൻ സിറ്റ് ഔട്ടിലിരിക്കുന്ന ചെടികളൊക്കെയാണിത്. ഇതിലൊക്കെ നമുക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മണ്ണിൽ സൂക്ഷ്മ മൂലകങ്ങൾ പെരുകാൻ ഇടയാക്കുന്നുണ്ട്. അതാണ് ഇത് പ്രയോഗിക്കുന്നുണ്ടല്ല ഗുണം. നമ്മൾ സാധാരണ മൈക്രോ ന്യൂട്രിയൻസ് കടകളിൽ നിന്നൊക്കെ വാങ്ങി ചെടിക്കൊക്കെ ഇട്ട് കൊടുക്കാറുണ്ടല്ലോ. അങ്ങനെ നമ്മൾ എന്താ പറയുക, കായ്ക്കുന്നില്ല അല്ലെങ്കിൽ പൂക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ വളം വാങ്ങുന്ന കടകളിലൊക്കെ നമുക്ക് അതാണ് തരുന്നത്, മൈക്രോ ന്യൂട്രിയൻസ്. അത് തന്നെയാണ് ഈ നമ്മുടെ ഈ തേങ്ങാവെള്ളത്തിൽ നിന്നും ലഭിക്കുന്നത്. അപ്പോൾ ഈ ചെടികളിൽ ഒഴിക്കുമ്പോൾ ഇതിൻ്റെ ഇലകളിലും തണ്ടിലും ഒക്കെ നല്ലതുപോലെ നനയുന്ന രീതിയിൽ അത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് ജമന്തിയാണ്. ജമന്തിയൊക്കെ പൂവിടാൻ വേണ്ടി ഇത് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ ചെടിയിലും ഞാൻ പറഞ്ഞല്ലോ, ഏത് ചെടിയായാലും കുഴപ്പമില്ല, എല്ലാത്തിലും നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു വളമാണിത്. 10 മണിയൊക്കെ നല്ലതുപോലെ പൂക്കും ഇത് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള കഞ്ഞിവെള്ളവും അതുപോലെ തന്നെ തേങ്ങാവെള്ളമൊക്കെ ഇതുപോലെ ഉപയോഗിക്കുക. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തേക്കൽ. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ FB പേജും ഇൻസ്റ്റാ പേജും ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുതേ. ഇനി നമുക്ക് കഞ്ഞിവെള്ളം എങ്ങനെയാണ് നമ്മുടെ ചെടികളിൽ പ്രയോഗിക്കുന്നതുകൂടി എന്നുകൂടി നമുക്കൊന്ന് കണ്ടിട്ട് വരാം. കഞ്ഞിവെള്ളം അതുപോലെ തന്നെ നമ്മൾ ഒരു കാരണവശാലും അത് അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. അതങ്ങനെ അവിടെ പോയി ഇങ്ങനെ പാട പോലെ കിടന്നിട്ട് ചെടി ഡാമേജ് ആയി പോവും. അത് ഇതുപോലെ പൊളിപ്പിച്ചതിന് ശേഷം മാത്രമേ ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കണം.
അപ്പോൾ വീണ്ടും ഒരു ഗ്ലാസ് നമ്മുടെ പുളിപ്പിച്ച തേങ്ങാവെള്ളം കൂടി ഞാൻ ഈ ബക്കറ്റിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ആ തേങ്ങാവെള്ളത്തിൻ്റെ കൂടെ ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കഞ്ഞിവെള്ളമാണ്. അതും തലേദിവസത്തെ കഞ്ഞിവെള്ളമാണ്. അത് പുളിച്ചിട്ടുണ്ട്. അതും കൂടി ഞാൻ ഒരു ഗ്ലാസ് ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഒരു ഗ്ലാസ് പുളിച്ച തേങ്ങാവെള്ളവും ഒരു ഗ്ലാസ് പുളിച്ച കഞ്ഞിവെള്ളവും. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു സാധനം കൂടെ ആഡ് ചെയ്യാനുണ്ട്. അത് നമ്മുടെ വീട്ടിലെ ഉള്ള സാധനം തന്നെയാണ്. ചാരമാണ് കേട്ടോ. ചാരം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് വിറക് കത്തിച്ച ചാരമാണ് എപ്പോഴും നല്ലത്. ഒരു 2 സ്പൂണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് സ്പ്രേ ചെയ്യേണ്ട ആവശ്യമില്ല. ചെടികളിലെ ചുവട്ടിൽ പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും ഒക്കെ നമുക്ക് നേരിട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതുപോലെ തന്നെ മണ്ണിലെ സൂക്ഷ്മ മൂലകങ്ങൾ വളരുന്നുണ്ട്. പിന്നെ നമുക്കറിയാമല്ലോ, ചാരം എന്താ പറയുക, വളമായിട്ടും കീടനാശിനിയായിട്ടും ഫംഗിസൈഡായിട്ടും ഒക്കെ നമുക്ക് പ്രയോജനപ്പെടുന്നുണ്ട്. പണ്ടൊക്കെ നമുക്കറിയാമല്ലോ, ചാരമൊക്കെ പച്ചക്കറി ചെടികളിലൊക്കെ നമ്മുടെ അമ്മമാരൊക്കെ വെതറിയിട്ട് കൊടുക്കുന്ന ഒക്കെ കണ്ടിട്ടില്ലേ? അപ്പോൾ അതൊക്കെ ഈ പച്ചമുളകിലൊക്കെ അതുപോലെ തന്നെ ഉണ്ടോ, ഇത് ഇലയൊക്കെ കുരുടിച്ചൊക്കെ ഇരിപ്പുണ്ട് കുറച്ച്. ഇതൊക്കെ മാറാനായിട്ട് നമ്മൾ ഈ ഒരു വളം ഉപയോഗിച്ചാൽ മതി. കീടനാശിനിയായിട്ടും അതുപോലെ ഫംഗിസൈഡായിട്ടൊക്കെ ഇത് നമുക്ക് ഉപയോഗിക്കാം. ചാരം നല്ലൊരു വളവും കൂടിയാണ്. പൊട്ടാസ്യം ധാരാളം ഉണ്ട് ഇതിൽ. പിന്നെ ചിലപ്പോൾ നമ്മൾ പച്ചക്കറി ചെടികളിലാണെങ്കിൽ, അതുപോലെ നമ്മുടെ ചെടികളിലാണെങ്കിൽ ചിലപ്പം ഇലയുടെ അഗ്രഭാഗമൊക്കെ ഇങ്ങനെ ഉണങ്ങിയിരിക്കുന്നത് കണ്ടിട്ടില്ലേ? ആ ഉണങ്ങിയിരിക്കുന്നത് ഈ പൊട്ടാസ്യം കുറയുന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ആ സമയത്ത് ഇതുപോലെയുള്ള വളങ്ങൾ ഉപയോഗിച്ചാൽ മതി. അപ്പം നമുക്ക് അറിയാമല്ലോ, നമ്മുടെ വീട്ടിൽ ഒരു പൈസ പോലും മുടക്കാതെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് തന്നെ ഇതുപോലെയുള്ള വളങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. കടയിൽ പോകേണ്ട ആവശ്യമില്ല, കാശ് മുടക്കേണ്ട ആവശ്യമില്ല. അത് വേണ്ട പോലെ നമ്മൾ ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാ ചെടികൾക്കും നമ്മുടെ ഈ കലാത്തിയൊക്കെ ഉണ്ടല്ലോ, കലാത്തിയൊക്കെ നല്ല ഭംഗിയായിട്ട് എൻ്റെ ഇലയ്ക്കൊക്കെ നല്ല കളറും ഒക്കെ വരും. ഇതുപോലെയുള്ള വളങ്ങൾ ഒരു 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അടുത്ത യൂസ്ഫുൾ ആയുള്ള വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.